US-ഇറാൻ സംഘർഷം തുടങ്ങിയ ശേഷം സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് പ്രകടമായത്. സംഘർഷത്തിന് ശേഷം വില ഏകദേശം 16% ഇടിഞ്ഞു. പവൻ വില വൈകാതെ 1,22,000 എത്തുമെന്നാണ് സൂചന. US-ഇറാൻ സംഘർഷം തുടങ്ങിയ ശേഷം സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തന്നെയായിരുന്നു പ്രകടമായതും. സംഘർഷത്തിന് ശേഷം വില ഏകദേശം 16% ഇടിവും രേഖപ്പെടുത്തി. മാർച്ച് 2 US-ഇസ്രായേൽ ആക്രമണ ഭീഷണികളും ഹോർമുസ് കടലിടുക്ക് അടച്ചതുമെല്ലാം വില 1 ഔൺസിന് $5,400 കാരണമായിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വില 24% ഇടിഞ്ഞ് $4,099 കൂപ്പുകുത്തി. നിലവിൽ $4,600 നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ബുധനാഴ്ച സ്പോട്ട് ഗോൾഡ് വില 0.4% കുറഞ്ഞ് $4,574.26 ആയിരുന്നു. ഏപ്രിൽ 2 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയായിരുന്നു അത്. ജൂൺ ഡെലിവറി US ഗോൾഡ് ഫ്യൂച്ചറുകളും 0.4% ഇടിഞ്ഞ് $4,587.70 എത്തി. ഇന്ത്യയിൽ M6 ജൂൺ ഗോൾഡ് ഫ്യൂച്ചറുകൾ രാവിലെ 10 ഗ്രാമിന് 1,80,077-ന് 0.03% വർധനവും രേഖപ്പെടുത്തി. എണ്ണവില വർധനവ് പണപ്പെരുപ്പ ആശങ്ക വർദ്ധിപ്പിച്ചത് തന്നെയാണ് സ്വർണ്ണവില കുറയാൻ കാരണമായത്. ഇറാൻ സംഘർഷം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നറിയാനായി ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രതികരണത്തിനായി നിക്ഷേപകരും കാത്തിരിക്കുകയായിരുന്നു. സ്വർണ്ണവില $5,000 എത്തുമോ എന്നതാണ് ഇനി പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുകയും കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വർഷാവസാനത്തോടെ വില 5,400 എത്തുമെന്നാണ് ഗോൾഡ്മാൻ സാച്ച് അടക്കം പ്രതീക്ഷിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം തുടരുകയോ അല്ലെങ്കിൽ ഓഹരി ബോണ്ട് വിപണികളിൽ തിരുത്തലുണ്ടാവുകയോ ചെയ്താൽ വില ഇടിഞ്ഞേക്കാമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മറ്റ് സ്ഥാപനം പറയുന്നതനുസരിച്ച് സ്വർണം 6,000 വരെ ഉയരുമെന്ന പ്രവചനങ്ങളുമുണ്ട്. എന്നാൽ $5,000 എത്താൻ 12 മാസത്തോളം സമയമെടുത്തേക്കും. എണ്ണ വിപണിയും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ശാന്തമായാൽ മാത്രമേ വില വേഗത്തിൽ ഉയരൂ എന്നാണ് മുന്നറിയിപ്പും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.